മാർച്ച് 4-നായിരുന്നു കേട്ടോ ഞങ്ങളുടെ പൂരം. നൈസായിട്ട് നാട്ടിലൊന്ന് പോയി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പഴയ മൂവീസ് ഒക്കെ കണ്ടിരിക്കുന്ന ഒരു വൈബ്. പിന്നെ പൂരത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങിയാലോ. പൂരത്തിന്റെ ഒന്നൊക്കെ നോൺ വെജ് മസ്റ്റ് ആണ് കേട്ടോ. ഞങ്ങൾ ആരും അങ്ങനെ അമ്പലത്തിന്റെ ഉള്ളിലൊന്നും കയറത്തില്ല, പുറത്ത് മാത്രമേ നിൽക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് എല്ലാവരും നോൺ വെജ്. അമ്മ നല്ല ചോറും ചിക്കൻ കറിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കിയായിരുന്നു. എന്നാലും എനിക്ക് ഗീ റൈസ് ഉണ്ടാക്കാൻ ഒരു സമാധാനം ഇല്ല. അങ്ങനെ ഞാൻ നല്ല അടിപൊളി ഗീ റൈസ് ഉണ്ടാക്കി ദമ്മൊക്കെ ഇട്ട് അമ്മീന്റെ കുട്ടിയില്ല അതൊക്കെ എടുത്ത് കയറ്റി വെച്ചിട്ട് ദമ്മിട്ടുണ്ടായിരുന്നു. ഗീ റൈസിന്റെ ഒപ്പം കഴിക്കാൻ വേണ്ടി അമ്മ നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിലിപ്പോൾ പറയണ്ടല്ലോ, നല്ല മാങ്ങയുടെ സീസൺ അല്ലേ, നല്ല അടിപൊളി മാങ്ങച്ചാറ് ഉണ്ടാക്കിയിട്ടാ ഞാൻ. പിന്നെ നല്ല ഗീ റൈസും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും മാങ്ങച്ചാറും തൈരും എല്ലാം കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഒരു 3 മണിക്കാണ് കേട്ടോ പൂരം കാണാൻ പോവുക. നമ്മുടെ പൂരം ഒരു ചെറിയ പൂരം, നമ്മുടെ വലിയ പൂരം വരുന്നുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ ഉടനെ ഇടും കേട്ടോ. അപ്പോൾ ഉള്ള കുറച്ച് വീഡിയോ രാത്രിത്തെ ഗാനമേള എല്ലാം കൂടിയിട്ട് ഒരു ചെറിയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും പൂരം കണ്ടിട്ട് വാ. ഗാനമേളന്റെ വീഡിയോ ഞാൻ ഒറിജിനൽ വോയിസിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കോപ്പറേറ്റ് കിട്ടുന്ന ഒറ്റ ഐഡിയ. ഗാനമേളയും പരിപാടിയൊക്കെ നല്ല ഡാൻസ് ഒക്കെ കളിച്ച് അടിച്ച് പൊളിച്ച് തകർത്തു. പൂരം പരിപാടിയെല്ലാം കഴിഞ്ഞാൽ വീട്ടുകാർ നേരത്തെ അങ്ങോട്ട് വീട്ടിൽ പോകും. ഞങ്ങൾ പിള്ളേർ സെറ്റ് അവിടെ അങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടന്ന് ഐസൊക്കെ കഴിച്ച് പതുക്കെ ഓരോന്നൊക്കെ വാങ്ങിയിട്ടൊക്കെ പതുക്കെ എന്റെ വീട്ടിൽ പോകും. പൂരം കഴിഞ്ഞിട്ട് പൂരപ്പറമ്പിൽ നിന്നിട്ട് ഓരോ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടിയിട്ട് ഒക്കെ ഞാൻ വീഡിയോ എടുക്കുന്നിട്ട് മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇരുട്ടത്ത് വേണം വീട്ടിലെത്താൻ. എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളത് കണ്ടു. ഞാൻ വണ്ടി പോവാ. ലാസ്റ്റത്തെ വീഡിയോയാണ് നേരം പോലെ എടുത്തല്ല. ശരിക്കും പറ. ഞാൻ വണ്ടിയുടെ പോകുമ്പോ ഗേറ്റ് കയറും വണ്ടിയുടെ ഓഫായി കൊണ്ടൊരു ചങ്ങായിനെ കടന്നിറങ്ങിയ ചോറിലാവും വിളിച്ചിരിക്കുന്നു. എന്താ വെച്ചാൽ പിന്നോട് അറിയാണ് എന്റെ കുട്ടിയെ എന്നെ കൊണ്ടുപോയി വണ്ടിയുടെ കയറ്റേ. എടാ ആൾക്കാർ കേൾക്കുമ്പോ മിമിക്രി വിചാരിക്കും വെയ്യ കുട്ടികളെ പറഞ്ഞു. ഞാനെന്താ പതുക്കെ വണ്ടിയുടെ കൈ വിടല്ലോ ജിതേക്ക് പേടിയാ. സീനായി ഇയാളെ മൂറ് കാണും. പ്രശ്നമില്ലേ? അപ്പൊ വീടൊക്കെ എത്തി.